ശബരിമല മണ്ഡല പൂജയ്ക്ക് ഒരുങ്ങുന്നതോടെ തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞതായി എ.ഡി.എം. അരുൺ എസ്. നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. ഡിസംബർ 22 മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മണ്ഡലപൂജ, തങ്കയങ്കി ദീപാരാധന എന്നിവയ്ക്ക് പുറമെ സ്കൂൾ അവധിക്കാലം പരിഗണിച്ച് കൂടുതൽ ഭക്തർ മല കയറാൻ സാധ്യതയുള്ളതിനാൽ സുഗമമായ ദർശനത്തിനായി ഇതുവരെ ചെയ്ത എല്ലാ മികച്ച പ്രവർത്തനങ്ങളും പരീക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്നും എ.ഡി.എം. യോഗത്തിൽ പറഞ്ഞു. ഇപ്പം ഞാനത് മിനിറ്റ്സിലോട്ട് വരാം. അപ്പോൾ എന്തായാലും ജനറലായിട്ട് എല്ലാവരും ചെയ്ത നല്ല സേവനങ്ങൾ നല്ല രീതിയിൽ ഇന്നലെ മെനഞ്ഞാന്ന് ഒരുപക്ഷെ 90,000 കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. നമ്മളെല്ലാം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മെന്നെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഏറ്റവും വലിയ 90,000 നല്ല രീതിയിലുണ്ട്. പിന്നെ കുറേ നല്ല കാര്യങ്ങൾ ഇന്നലെ നമ്മൾ എരുമേലിയിൽ നിന്ന് വന്നവർക്ക് വേണ്ടി ചെയ്ത് തന്നെ ഇപ്പം പണ്ട് ചെയ്യേണ്ടതായിരുന്നു ചെയ്തു. എല്ലാ വകുപ്പുകളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനിയും ചില കാര്യങ്ങളിൽ ബെറ്ററാക്കാനുണ്ട്. ബെറ്ററാക്കി നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ ചെയ്യുന്നില്ല നല്ല പറഞ്ഞത്. മുൻകാലമായിട്ട് കമ്പയർ ചെയ്താൽ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ചില മേഖലകളിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന് എനിക്ക് വിഷമമാണ്. മുൻകാലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ മോശം എന്ന് പറയാൻ ചില കാര്യങ്ങളുണ്ട്. വരും ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴെങ്കിലും നമ്മൾ ശരിയാക്കണം. അപ്പം 25-26 ആകുമ്പോൾ നല്ലതാവും. പിന്നാണ് വലിയ മകരവിളക്ക് സീസൺ വരുന്നത്. ഇനിയും ചെയ്യാൻ സമയമാണ്. അപ്പോൾ ഇതുവരെ ചെയ്തതിനെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഫേസിൻ്റെ ഒരു സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഒരു മണ്ഡലകാല വിളക്കിൻ്റെ പുരോഗതിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. ഒരു 70,000-80,000 എന്നുള്ളതിൽ നിന്ന് ആവറേജ് ഒരു 85,000 മുകളിലേക്കും 90,000 ഒക്കെ പോയിട്ടുണ്ട്. വിർച്വൽ ക്യൂവിനോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ക്രൗഡ് മാനേജ്മെൻറ്റിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിന് മുൻപത്തെ മീറ്റിങ്ങിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ നടത്തിയ മുന്നൊരുക്കങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇനി വരുന്ന സമയമാണ്. അപ്പോൾ അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ നടത്തിയ മുന്നൊരുക്കങ്ങൾ ഫലപ്രദമാണോ ഇല്ലയോ എന്നുള്ളതും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഫലപ്രദമായി ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി നമ്മൾ വീഴ്ചകൾ വരുത്തുന്നു അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ആ അർത്ഥം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ സുഗമമായിട്ട് പോകുന്ന ദർശനം അല്ലെങ്കിൽ സീസണാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു എൻ്റയർ സീസൺ നമുക്ക് അപാകതകളോ ആക്ഷേപങ്ങളോ ഇല്ലാതെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതും. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ, GSO ഉമേഷ് ഗോയൽ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ G വിജയൻ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ B മുരാരി ബാബു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. 9 മലയാളം ന്യൂസ്, ശബരിമല.